ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ഫ്രെയിംസ് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ഫ്രെയിംസാണ്. എനിക്ക് കുഞ്ഞിൻ്റെ ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി ഓർഡർ ചെയ്തിട്ട് ഇപ്പോഴാണിത് വന്നത്. ഇത് സേഫായിട്ടാണ് കേട്ടോ ഫ്രെയിം വന്നത്. നല്ല കവറിങ്ങോട് കൂടി ഭയങ്കര പക്ക സേഫായിട്ടാണ് എനിക്ക് ഫ്രെയിം കൈ കിട്ടിയത്. ഞാൻ വിചാരിച്ചില്ല, എന്താ പറയുക, ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല ഫ്രെയിമായിരിക്കും. എനിക്കിത് 400 റുപ്പീസിന് അങ്ങാണ്ടാണ് 6 പീസ് 7 പീസ് ഫ്രെയിം കിട്ടിയത്. ചെറിയ ഫ്രെയിമാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ നമുക്ക് വെക്കാൻ വേണ്ടി ചെറിയ ഫ്രെയിമാണ് കുറച്ചുകൂടി ക്യൂട്ടെന്ന് എനിക്ക് തോന്നി. അപ്പം എന്താ പറയുക, നല്ല ഫ്രെയിമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഏകദേശം ഒരു ഫ്രെയിമിന്, ഒരു ചെറിയ ഫ്രെയിമിന് ഏകദേശം ഒരു 70 രൂപ 80 രൂപ കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ 7 എണ്ണം 400 റുപ്പീസ് 400 രൂപയ്ക്കാണ് വാങ്ങിയത്. അതിൻ്റെ ഓരോ സൈഡിലും, ആ ഫ്രെയിമിൻ്റെ ഓരോ സൈഡിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ് ഉണ്ടായിരുന്നു. അതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് ആ കാർഡ്ബോർഡ് റിമൂവ് ചെയ്യുക. പിന്നെ ആ ഗ്ലാസും ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് ഇട്ടിട്ട് ആ ബാക്കത്തെ ആ കാർഡ്ബോർഡും കൂടെ ഇതും കൂടെ വെച്ച് കഴിയുമ്പോൾ നോക്കിയോ, ആ ഫ്രെയിം എന്ത് രസമാണ്, എന്തൊരു അടിപൊളി ഫ്രെയിമാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഫ്രെയിം ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസിയും അഫോർഡബിളുമാണ് നമ്മൾ സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്യുവാണെങ്കിൽ. ഇത്രയും പീസ് എനിക്ക് 400 റുപ്പീസിനാണ് കിട്ടിയത്. നിങ്ങളും ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.